ഹായ് ഗൈസ്, പത്തരമാറ്റൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കുക. മൂർത്തീസ് ജ്വല്ലറിയിൽ കയറി പറ്റാൻ വേണ്ടി അനാമിക പുതിയ ഡിസൈൻ വരയ്ക്കുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തായി അനാമിക, ഡിസൈനൊക്കെ വരച്ചു കഴിഞ്ഞോ, ഒന്ന് കാണിച്ചേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേവയാനി. ദേവയാനി അത് വാങ്ങി നോക്കുകയാണ്. ഇതൊക്കെ ഒരു ഡിസൈനാണോ അനാമിക? കുഞ്ഞു കുട്ടികൾ പോലും ഇതിനേക്കാൾ നന്നായിട്ട് വരക്കുമല്ലോ. ഡാറ്റ നമ്മൾ ക്ലയൻസിനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കോടികൾ നഷ്ടമായിരിക്കും ഞങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് നിന്നെ എനിക്ക് ഓഫീസിലെ ഡിസൈനറാക്കാൻ പറ്റിയില്ല അനാമിക. ദേവയാനി ഉറപ്പിച്ച് പറയുന്നുണ്ട്. അയ്യോ വല്യമ്മേ, അങ്ങനെ പറയല്ലേ. ഡിസൈനർ പോസ്റ്റ് തരുന്നില്ലേ വേണ്ട. ഒരുപാട് പോസ്റ്റ് അവിടെ ഉണ്ടല്ലോ. വേണമെങ്കിൽ ഞാൻ മൂർത്തീസ് ജ്വല്ലറി മൊത്തം ഏറ്റെടുത്ത് നോക്കിക്കോളാം. ഒരു ചെറിയ ഡിസൈൻ പോലും വരക്കാൻ അറിയാതെ നീയാണോ അനാമികയെ മൂർത്തീസ് ജ്വല്ലറി മൊത്തത്തിൽ നോക്കുന്നത്? അനാമികക്ക് ജോലിക്ക് പോകണമെന്ന് നിർബന്ധമാണെങ്കിലേ നിനക്ക് പറ്റിയൊരു നല്ലൊരു ജോലി ഞാൻ തരാം. ഓഫീസിലെ റിസപ്ഷനിസ്റ്റായോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്റ്റാഫായോ ഞാൻ നിന്നെ നിയമിക്കാം. നിനക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ആദർശിനോട് സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടുന്ന് പോവുകയാണ്. അത് കേട്ട് അനാമികക്ക് വല്ലാതെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് രേവതി വിളിക്കുവാണ്. അമ്മേ, വല്യമ്മ പറഞ്ഞിരിക്കുന്നതേ എന്നെ ഓഫീസിലെ വെറും ഒരു സ്റ്റാഫാക്കാമെന്നാ. ഞാൻ അവിടുത്തെ ചീഫ് ഡിസൈനർ ആയിരിക്കുമ്പോൾ ഞാൻ അവിടുത്തെ വെറും ഒരു സ്റ്റാഫ്. ഞാൻ എങ്ങനെയാ അമ്മേ വെറും ഒരു സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നത്? അവളെ മുന്നിൽ ഞാൻ വല്ലാതെ ചെറുതായി പോയില്ലേ? അവിടെയുള്ളവർ എന്നെ പിന്നെ ബഹുമാനിക്കുമോ? അവരുടെ മുന്നിലൊക്കെ ഞാൻ വല്ലാതെ ചെറുതായി പോവമ്മേ എന്നൊക്കെ അനാമിക പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ശരിയാ മോളെ. പക്ഷേ നീ അവിടുത്തെ വെറും ജോലിക്കാരിയാണെങ്കിൽ പോലും നിനക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. നിനക്ക് അനന്തപുരിയിൽ ചെയ്യാൻ പറ്റാത്തതൊക്കെ നീ ഓഫീസിൽ പോയിട്ട് ചെയ്യണം. അവളുടെ ആ പദവി ഉണ്ടല്ലോ, ചീഫ് ഡിസൈനർ എന്ന പദവി, അതൊക്കെ എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ പറ്റുന്നതേയുള്ളൂ. അതിനുശേഷം അവളെ പഴയ വേലക്കാരിയാക്കണം. എന്നിട്ട് അനന്തപുരിയിലെ അടുക്കളയിലായിരിക്കും അവളെ സ്ഥാനം. അവിടേക്ക് അവളെ എത്തിക്കേണ്ടത് നീയാണ് മോളെ. അതുകൊണ്ട് ഈ ചെറിയ ജോലിക്ക് പോകുന്നതാണ് നല്ലത്. അമ്മ പറഞ്ഞത് ശരിയാണെന്ന് അനാമികക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ദേവയാനിയോട് പറഞ്ഞ് നാളെ തന്നെ ഓഫീസിലേക്ക് പോകാൻ നോക്കുകയാണ് അനാമിക. ആദർശും നാനയും വന്ന ഉടൻ തന്നെ ദേവയാനി അനാമികയുടെ ജോലിക്കാര്യം പറയുന്നുണ്ട്. അനാമിക എന്തിനാമ്മേ ഓഫീസിലേക്ക് വരുന്നത്? അവൾ ഈ വീട്ടിലുണ്ടാക്കുന്ന പ്രശ്നം തന്നെ പോരാഞ്ഞിട്ടാണോ? അവൾ വീട്ടിൽ നിന്ന് തന്നെ നാനയ്ക്ക് സൗകര്യം കൊടുക്കാറില്ല. ഇനി ഓഫീസിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ അവിടെ വന്ന് ശല്യം ചെയ്യില്ലമ്മേ എന്ന് ചോദിച്ച് ആദർശ് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ നാനയെ ശല്യം ചെയ്യാൻ അവൾ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവളെ അങ്ങ് ഡിസ്മിസ് ചെയ്തേക്കും മോനെ. ഇതിപ്പം അനാമികയ്ക്ക് ജോലി കൊടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചത് അനിമോൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ്. അവനെ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല മോനെ. ഇത് കേൾക്കുമ്പോൾ ആദർശം സമ്മതിക്കുന്നുണ്ട് അനാമികയ്ക്ക് ജോലി കൊടുക്കാമെന്ന്. ഈ സമയത്ത് രേവതിയും വേണുവൊക്കെ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എൻ്റെ മോൾക്ക് പണത്തിന് കുറവുള്ളത് കൊണ്ടൊന്നുമല്ല, വീട്ടിലിരുന്ന് ബോറടിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഓഫീസിലേക്ക് വിടാമെന്ന് സമ്മതിച്ചത്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, മൂർത്തീസ് ജ്വല്ലറിക്ക് ഇപ്പോൾ അനാമികയുടെ ആവശ്യമൊന്നുമില്ല. എന്നാലും എൻ്റെ കൊച്ചുമോൻ്റെ ഭാര്യയല്ലേ, അവളുടെ ആവശ്യം നമ്മൾ അംഗീകരിക്കണ്ടേ, അതുകൊണ്ടാണ്. അങ്ങനെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി അനാമിക നാളെ മുതൽ ഓഫീസിലേക്ക് പോവുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും ഓഫീസിൽ പോയിട്ട് അനാമിക കാട്ടിക്കൂട്ടുക? തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.